മറ്റു വാർത്തയിലേക്ക്. നിയമനം ലഭിക്കാത്തതിൽ CPO റാങ്ക് ലിസ്റ്റ് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം കൂടുതൽ ശക്തമാക്കുന്നു. സമരം 50-ാം ദിവസത്തിലേക്ക് കടന്നതോടെ 50 മിനിറ്റ് മുട്ടുകുത്തി നിന്നാണ് പ്രതിഷേധിക്കുന്നത് ഉദ്യോഗാർത്ഥികൾ. 2019 CPO റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഇനി 12 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. തിരുവനന്തപുരത്ത് നിന്നും അഷിൻ ചേരുന്നു. അഷിൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? CPO ഉദ്യോഗാർത്ഥികളുടെ സമരം ഏതാണ്ട് 50 ദിവസം പിന്നിട്ട സാഹചര്യത്തിലാണ് 50 മിനിറ്റ് മുട്ടുകുത്തി നിന്നുള്ള ഇവരുടെ ഈ പ്രതിഷേധം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ 50 ദിവസമായി ഇവർ പ്രതിഷേധം നടത്തിയിരുന്നു. പല രീതിയിൽ വിവിധ തരത്തിൽ ഇവർ പ്രതിഷേധിച്ചിരുന്നു. മുട്ടുകുത്തി നിന്നും മുട്ടിലടഞ്ഞും ശയന പ്രദർശനം നടത്തിയും പുല്ലു തിന്നും മണ്ണു തിന്നും വരെ ഇവർ പ്രതിഷേധിച്ചിരുന്നു. പക്ഷേ എന്നിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ തീരുമാനങ്ങളോ ഇടപെടലോ ഒന്നും ഉണ്ടായിട്ടില്ല. 50-ാം ദിവസമാണ് സമരം. ഇപ്പോൾ 50 മിനിറ്റ് നിങ്ങൾ മുട്ടുകുത്തി നിന്ന് സമരം ചെയ്യുന്നു. ഇനി 12 ദിവസങ്ങളാണ് ബാക്കിയുള്ളത്. എന്താണ് നിങ്ങളുടെ മുന്നോട്ടുള്ള പരിപാടികൾ? മുന്നോട്ടുള്ള പരിപാടി എന്ന് പറയുന്നത്, ഇതുവരെ ഗവൺമെൻറ് യുവാക്കളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് താഴെക്കടയിലോട്ട് ഇറങ്ങി വന്നിട്ടില്ല. 2 ഘട്ട പരീക്ഷ, ഫിസിക്കൽ ടെസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ജോലിക്ക് വേണ്ടിയിട്ട് 100% നിയമനം തരാമെന്ന് ഗവൺമെൻറ് PSCയും ഉറപ്പ് തന്ന ആ ഒരു റാങ്ക് ലിസ്റ്റിൽ വേണ്ടിയിട്ട് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ത്യാഗങ്ങളാണ് ഇവിടെ അനുഭവിച്ചത്. മുട്ടുകുത്തിയിരുന്നു, ശയനപ്രദർശനം നടത്തി, എന്തൊക്കെ ചെയ്തു. സമരം തീർച്ചയായിട്ടും ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. കാരണം നമ്മുടെ 5 വർഷമാണ് ഇതിൻ്റെ ബേക്കിൽ നിന്ന് പോയത്. 100% നിയമനം നൽകാമെന്ന ഉറപ്പോടുകൂടി വന്ന ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഇങ്ങനെ പറ്റിച്ചത് അത് വളരെ മോശമാണ്. കേരളത്തിലെ യുവാക്കളോട് ചെയ്യുന്ന അനീതിയാണ്. ഇങ്ങനെ അനീതി കാണിച്ചിട്ട് എങ്ങനെയാണ് ഇലക്ഷൻ പ്രചരണത്തിനായിട്ട് ഗവൺമെന്റിന് പൊതുജനങ്ങളോടും യുവാക്കളോടും വോട്ട് അഭ്യർത്ഥിക്കാൻ കഴിയുന്നത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനായിട്ടുള്ളത്. ഇത് തന്നെയാണ് ഇവർക്ക് പറയാനുള്ളത്. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇവരുടെ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാകണമെന്നാണ് ഇവരും ആവശ്യപ്പെടുന്നത്. മാത്രമല്ല ഇവരുടെ കാലാവധി അവസാനിക്കാൻ ഇനി ഏതാണ്ട് 12 ദിവസങ്ങൾ 11 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിനിടയിൽ ഇവർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകണം, അല്ലെങ്കിൽ അത് ഉണ്ടാകും. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂല നടപടി കൈക്കൊള്ളും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇവരുമുള്ളത്. ബുധനാഴ്ച നടക്കുന്ന ക്യാബിനറ്റ് മീറ്റിംഗിൽ ഇവരുടെ പരിഗണന അല്ലെങ്കിൽ ഇവരുടെ വിഷയം പരിഗണിക്കും. സമരം 50-ാം ദിവസത്തിലേക്ക് കടന്നതോടെ 50 മിനിറ്റ് മുട്ടുകുത്തി നിന്നാണ് പ്രതിഷേധിക്കുന്നത് ഉദ്യോഗാർത്ഥികൾ. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് ആഷിൻ.